5:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് സുന്ദരികുട്ടിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോകാൻ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതാണ് ഏറ്റവും വലിയ. ഇത് ഇന്നും ഇന്നലെയും പോയ ഐവിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ, 3-4 മാസം മുന്നേ പോയ ഐവിൻ്റെ വീഡിയോ ആണ്. ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഒരു പെൻഡ്രൈവ് ഞാനൊന്ന് മേടിച്ചത് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വൈറസ് ഉണ്ടായിട്ട് ഇപ്പം ഇതേ പച്ചപ്പും പായലും ഒക്കെയാണ് വീഡിയോയിൽ കയറി വന്നത്. എന്നാ പണികളായാലും എനിക്ക് കിട്ടണേ. കിട്ടിയ പണികളെ പറ്റി പറയാനാണെങ്കിൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ ആരംഭിച്ചത് നല്ല ഉന്മേഷഭരിതരായിട്ട് അങ്ങോട്ട് ആരംഭിച്ചത്. ലഞ്ച് കഴിച്ചതോടുകൂടി ഉന്മേഷമൊക്കെ ഏത് വഴിക്ക് പോയിന്ന് ഒരു പിടിയില്ല കേട്ടോ. പിന്നെ അതേ നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ വ്യൂ കാണാനായിട്ട് ഇതേ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോണത് മൂന്നാർ നമ്മുടെ കൊളുക്കുമലയിൽ സൺറൈസ് കാണാനായിട്ടാട്ടോ. അപ്പോൾ അതേ ഇന്ന് പോയിട്ട് ഞങ്ങൾ ടെൻറ്റ് സ്റ്റേ അടിക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സൺറൈസ് കാണാൻ പോകും. അങ്ങനെയാട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ അതേ ഏറെ യാത്രകൾക്ക് ശേഷം ഞങ്ങളുടെ സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയാണ് വൻ ട്വിസ്റ്റ് കിടക്കണത്. എന്തേലും പറയണ്ട ആരെങ്കിലും പറഞ്ഞോ കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കൊറേ ഞങ്ങൾ ബാക്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, വണ്ടി വരും പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ട്വിസ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാഗൊക്കെ ചുമന്നുകൊണ്ട് വലിയൊരു കയറ്റം കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ ട്വിസ്റ്റ്. അപ്പോൾ അതേ നമ്മൾ ഈ നേരെ കാണുന്നത് ഒരു ഡാമിൻ്റെ വ്യൂ ആട്ടോ. ആ മേഘമൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്ന് ആ മേഘത്തിൽ ഇപ്പം കയറ്റി കൊണ്ടുപോകാന്നുള്ള രീതിയിലാട്ടോ നിൽക്കണത്. ഇനിയിപ്പോൾ അതേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ജീപ്പ് വരാനായിട്ടാട്ടോ. ഇതിന് മുന്നൊരു ഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഏത് വഴിക്ക് പോയിന്ന് തമ്പരാനും മാത്രം അറിയാമെന്നൊക്കെ. അങ്ങനെ അതേ നമ്മുടെ ടെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റുകൾ. കാണാൻ നല്ല രസമാട്ടോ, രാത്രിയും പകലൊക്കെ. അപ്പം നമ്മുടെ ടെൻ്റ് ആട്ടോ ഈ കാണുന്നത്. ടെന്റിലുള്ള കുടുംബാംഗങ്ങൾ. നമ്മുടെ വീട് പിന്നെയും കാണാൻ വന്നിരിക്കുന്ന ഗസ്റ്റ് ആണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്? ഇഷ്ടായോ? സൂപ്പർ. കുറച്ച് ചൂടുണ്ട്, രാത്രിയാവുമ്പോ സെറ്റാവും. ദേവിക ആൻഡ് ആമിന ടെന്റിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളിതേ നമ്മുടെ പരിപാടികൾ വീണ്ടും തുടങ്ങാൻ പോവാട്ടോ. ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാന്നൊക്കെ. ചായ കുടിക്കാനായിട്ട് ഇതേ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഫുഡൊക്കെ നമ്മൾ കഴിക്കണത്. ഇവിടെ തന്നെയാട്ടോ ഡേ ടൈമിൽ ചാർജിങ് പോയിന്റുകളൊക്കെ ഉള്ളത്. നൈറ്റായി കഴിയുമ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സംഭവം നമുക്ക് എന്താ പറയുക ഓണാക്കി തരുമെന്നൊക്കെ. നൈറ്റിൽ നമുക്ക് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ നേരെ കാണുന്ന ആ ഒരു തേനീച്ച കൂടൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ സൺസെറ്റ് കാണാനായിട്ട് പോവാന്നൊക്കെ. എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ ഒരാളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ അവർക്കത് ദേഷ്യമോ സങ്കടമോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമെന്നുള്ളത്. പക്ഷേ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് എല്ലാവരും പറയണേ എടി വീഡിയോയിൽ എടുക്കടി എന്നാണ്. എന്നാണോ എന്നോട് പറയണേ ഈ സാധനം കൊണ്ട് ഓടിക്കോളാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ അതേ നമുക്ക് നമ്മുടെ സൺസെറ്റ് കാണാനായിട്ട് പോവാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഏലത്തോട്ടത്തിന് ഇടയ്ക്കുള്ള നടത്തം. സംഭവം നല്ല അടാറ് ഫീലാന്നൊക്കെ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്കുള്ള നടന്നു പോകണമെന്നും ഈ ഒരു ഏലക്കായ നേരിട്ട് കാണണം എന്നുള്ളത്. ചീവിയിലാന്ന് തോന്നുന്നു കേട്ടോ, നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഒച്ച. എന്തോ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണേ. അയ്യോ എൻ്റെ അത്ര ഉണ്ട് പുല്ല്. അങ്ങനെ ഏലത്തോട്ടത്തിനുള്ളിലേക്കുള്ള നടത്തവും എൻ്റെ അത്ര ഹൈറ്റിലുള്ള പുല്ലിൻ്റെ ഉള്ളിലേക്കുള്ള കയറ്റവും കഴിഞ്ഞ് നമ്മളിത് ഈ സൺസെറ്റ് കാണുന്ന ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയാനാണെങ്കിൽ നല്ല കിഡിലൻ ആംബിയൻസ് ആവുന്നു കേട്ടോ. ആ ഒരു ടൈമിലേക്ക് ആകുമ്പോഴേക്കും കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇപ്പം നമ്മൾ തൊടുന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. മേഘമൊക്കെ അത്രയും താഴ്ന്നാട്ടോ പോണത്. എന്നാ രസമാണെന്ന് അറിയാമോ കാണാനായിട്ട്. പക്ഷെ ഒരാൾ മാത്രം നമ്മളെ ചതിച്ചു, നമ്മുടെ സൺ തന്നെ. വേറെ ആരാ? പുള്ളിക്കാരൻ വന്നില്ല. എന്നാ മനുഷ്യനാളെ, ഇത്രയും ദൂരം ഞങ്ങൾ കടന്നു വന്നില്ല ഇതൊന്ന് കാണാനായിട്ട്. ഒന്ന് വന്ന് കാണിച്ചൂടെ? നാളെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ടെന്നൊക്കെ. എന്താ കാണുന്നത് കേട്ടോ. നമുക്കിനി നടന്നു പോകണം, കുറേ നടക്കാനുണ്ട്. നമ്മളിത് ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ പന്നെ ഞാൻ അണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവല്ലേ. ഹൈറ്റും പിന്നെ കൊടുത്തേക്കുള്ള എന്താ പറയുക ഭയങ്കര തണുപ്പും കൂടി ആയിട്ട് നന്നായിട്ട് ഇതുണ്ട്. നമുക്കിനി കുറേ നടക്കണം. പക്ഷെ നല്ല രസമുണ്ടാകുന്നുണ്ട്, എനിക്കിഷ്ടമായി എന്നൊക്കെ. ഓരോ മിരിട്ടാണ് ഗൈസ്. ഞങ്ങൾ കാട്ടിലേക്ക് വിളിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ പറയാനായിട്ട് ശീതൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. സംഭവം കൊള്ളാട്ടോ. പക്ഷെ നടക്കലാണ് വൻ ടാസ്ക് ആയിട്ടുള്ള പരിപാടി. അങ്ങനെ നല്ലൊരു നടത്തത്തിന് ശേഷം നമ്മുടെ ടെൻറ്റിലേക്ക് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ.
നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ടെൻ്റൊക്കെ കാണാനായിട്ട്. ഒരു തണ്ണിമത്തൻ്റെ പീസൊക്കെ കഴിച്ചിട്ട് നമുക്കിനിയിപ്പോൾ ക്യാമ്പ് ഫയറിന് പോവാം. മൊത്തം കോടയാട്ടോ, ഫുള്ളായിട്ട് ഫോഗായിട്ട് അങ്ങോട്ട് നിറഞ്ഞേക്കും കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. പിന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടാട്ടോ നമ്മുടെ ടെൻറ്റ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ക്യാമ്പ് ഫയറിനാട്ടോ. ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്. നിങ്ങൾക്ക് കേൾക്കണുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി പരിപാടികളോട് ചെന്നിട്ട് കാണാം. കുറച്ചു നേരം ഞങ്ങളവിടെ പാട്ട് പാടി ഇരുന്നപ്പോഴേക്കേ കുറേ നേരമായിട്ട് ഞങ്ങൾക്ക് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. സംഭവബഹുലമായിട്ടുള്ള ഫുഡൊക്കെ തീ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഫോണിൽ രസമില്ല കാണാൻ, പക്ഷെ നേരിട്ട് കാണുന്ന രസാ. ഫൈനലായിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് പോയി കടന്നിട്ടുണ്ട് കേട്ടോ. ഇനി 4:45 എണീക്കാനുള്ള റേസ് കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ദേ വെളുപ്പിന് 4:45 നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള ജീപ്പും വന്നിരിക്കുക. ഇനി ജീപ്പിൽ കയറി പോയാൽ മതിയെന്ന്. അങ്ങനെ ദേ കൊളുക്കുമലയിൽ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നമ്മുടെ ഇങ്ങനെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് എടുക്കും നമ്മളെ കയറ്റി വിടാനായിട്ട്. അങ്ങനെ നമുക്കിനി കയറി പോവാം. അങ്ങനെ ഓഫ് റോഡ് യാത്രകൾക്കൊക്കെ ശേഷം ദേ നമ്മൾ ഫൈനലി സൈഡികളെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോട ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ ദേ നമുക്കങ്ങോട്ട് കണ്ട് ആസ്വദിക്കാമെന്നൊക്കെ. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അന്യായ തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വീക്കെൻഡിനൊന്നല്ല പോയത്, എന്നിട്ട് പോലും ഇത്ര തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സീസണും കൂടി അല്ലായിരുന്നു, അതും കൂടി ആലോചിക്കണം എന്നൊക്കെ. നമ്മൾ സെപ്റ്റംബറിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീസണിലും കൂടി പോയാൽ എന്നാ തിരക്കായിരിക്കും അല്ലേ. ഇതിനേക്കാൾ അടാറ് വ്യൂ നമുക്ക് ചിലപ്പോൾ കാണാനും പറ്റും കേട്ടോ. എന്നാ രസമല്ലേ, പല കളറിലാണല്ലേ നമ്മുടെ സ്കൈ അപ്പിയർ ചെയ്തിരുന്നത്. ഞാൻ ആക്ച്വലി നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടെ പോയെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. മെയിനായിട്ട് ആ ഒരു പെൻഡ്രൈവ് എനിക്ക് നല്ല പണിയാട്ടോ തന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ റിട്ടേൺ പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സൺറൈസ് നമ്മളങ്ങോട്ട് മിസ്സാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ജീപ്പ് വരാനായിട്ടാണ് കുറച്ചധികം നേരം എടുത്തതെന്നൊക്കെ. തിരിച്ചു പോണ വഴിക്കാണെങ്കിൽ നല്ല അടാറ് വ്യൂ ആട്ടോ അവിടെ നിന്നായാലും. എന്നാ പറയുക, നല്ല ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ആ തേയിലത്തോട്ടമൊക്കെ കാണാനായിട്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട്. പക്ഷെ വീഡിയോ എടുക്കണത് നല്ല ടാസ്ക്കാന്ന് തന്നെ പറയാം കേട്ടോ. ഇത് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ ബാക്കിലാട്ടോ ഇരുന്നത്, ഞാനും ബീവിയും കൂടി ബാക്കിലാണ് ഇരുന്നത്. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ തേയിലത്തോട്ടത്തിന് നടുവീക്കളെ നമ്മളിത് റിട്ടേൺ ഇനിയിപ്പോൾ പോണത് നമ്മുടെ ടെൻറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. തേയിലപ്പൂവ് കണ്ടോ, തേയിലപ്പൂവും പോട്ടെ ഏലപ്പൂവ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആദ്യമായിട്ട് കാണണേന്നൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ദേ നമ്മളൊരു 10-15 മിനിറ്റ്സ് അവിടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ റിട്ടേൺ ഇറങ്ങാം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ റിട്ടേൺ പോയോണ്ടിരിക്കുക. നമ്മൾ വന്നപ്പോൾ വരവേൽക്കാനായിട്ട് കോട വന്ന പോലെ തിരിച്ച് ടാറ്റ ബൈ ബൈ പറയാനായിട്ട് വന്നിട്ടുണ്ട്. ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഇനി നമ്മുടെ അടുത്ത സ്പോട്ട് എന്നൊക്കെ. ഇനി വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് കണ്ട്, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല, വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു കോണൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ പതുക്കെ റിട്ടേൺ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഒരുപാട് സ്റ്റേ ഒന്നും പിന്നെ അടിച്ചില്ലേ. പിന്നെ ദേ നമ്മൾ ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആട്ടോ കഴിച്ചത്. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഫൈനലി നമ്മൾ വീട്ടിലെത്തേക്കുക. അറിയോടാ നിങ്ങളെ പോണേ ബാഗിൽ കയറാൻ പോണത് എങ്ങോട്ട് വാ. ചെരുപ്പ് കൊണ്ടുപോണോ? എങ്ങനെ പോണേ ചെരുപ്പ് കൊണ്ട്? എങ്ങനെ ചെരുപ്പ് കൊണ്ടുപോണേ? വാ പോവാം. ആ ഓട്. ചേച്ചീനെ മിസ് ചെയ്തെൻ്റെ ഉണ്ണിക്ക്. നോക്കടാ, നമ്മുടെ കുഞ്ഞിപ്പാറ്റയ്ക്ക് മിസ് ചെയ്തോ എന്നെ. ഓ സങ്കടത്തില പിണങ്ങിയോ കുഞ്ഞിപ്പാറ്റ? മോണ്ടെന്ന് കാണിച്ചു ഒത്തേ. കുഞ്ഞിക്കണ്ണൊക്കെ ഉണ്ട്, കുഞ്ഞിമോക്കും ഉണ്ട്. ടാറ്റോത്തേ, കുഞ്ഞിക്കൈ കാണിച്ചേ. പുറത്തേക്ക് എൻ്റെ പിള്ളേ. ഹായ് ടാറ്റാ ടാറ്റാ.